ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരു വാഹനപ്രേമി എന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ടാറ്റ സിയാറ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷം. ഒരുപാട് നല്ല രസമുണ്ട്. ഞാൻ ഈ വണ്ടി വന്നപ്പോൾ ആദ്യം ടാറ്റ മോട്ടോഴ്സിൽ നിന്നതിൻ്റെ ട്രയൽ ഓടിക്കാനുള്ള ഭാഗ്യവും കേരളത്തിൽ എനിക്കാണ് കിട്ടിയത്. അത് പെട്രോൾ വണ്ടിയായിരുന്നു, ടെർബോ എഞ്ചിനുള്ള പെട്രോൾ. അത് നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടി അത് ഓടിച്ചപ്പോൾ തന്നെ വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ ബുക്കിംഗ് കൊടുത്തു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് വണ്ടി തന്നതിൽ ടാറ്റയുടെ നന്ദിയുണ്ട്. വളരെ നല്ല വണ്ടിയാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സാണ്, 52 ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സേഫ്റ്റിയാണ്. ഈ വണ്ടിയുടെ ബോഡിയുടെ ഒരു കട്ടിയാണ്. ഇത് തട്ടിക്കഴിഞ്ഞാൽ നല്ല ഉറച്ച തട്ടാണ്. തട്ടിക്കഴിഞ്ഞാൽ നല്ല ബലമാണ് ബോഡിക്ക്. വണ്ടി ഇരിക്കുമ്പോൾ തന്നെ, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന പോലെ ഒരു നമ്മൾ ലാൻഡ് ക്രൂസർ പോലുള്ള വണ്ടികൾ ഓടിക്കുന്ന ഒരു ബലം ഈ വണ്ടിക്ക് തോന്നി എന്നുള്ള ഒരു സന്തോഷമുള്ളവരാണ്. ഒരുപാട് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. പിന്നെ സേഫ്റ്റി വളരെ പ്രധാനമാണ്. കാരണം ബെൽറ്റ് ഇടാതെ വണ്ടി നീങ്ങില്ല, സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി നീങ്ങില്ല, ഡോർ അടയാതെ വണ്ടി നീങ്ങില്ല. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു വീഡിയോ തന്നെ കാണുകയുണ്ടായി. ഓടി വരുന്ന 2 വണ്ടികളുടെയും ആ ഒരു മൊമെൻറ്റത്തിൽ രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ്. അത് ഒരേ വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോൾ മറ്റേ വണ്ടി 80 കിലോമീറ്റർ, അപ്പോൾ 160 കിലോമീറ്റർ സ്പീഡിൽ ഇത് കൂട്ടിയിടിക്കുകയാണ്. ഇടിക്കുമ്പോഴും അതിന് ഒരു അപകടം സംഭവിച്ചാൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് വീഡിയോയിലൊക്കെ കണ്ടതാണ്. അത് ഒരു സന്തോഷമുള്ള കാരണം ഇന്ത്യയിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ റോഡുകളെല്ലാം നന്നാവാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ മനോഹരമായ ഹൈവേ വരെയാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാക്സിമം വന്ന ഒരു 10 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത്തരം റോഡുകൾ വരുമ്പോൾ ലൈൻ ട്രാഫിക് വളരെ പ്രധാനമാണ്. ലൈൻ ട്രാഫിക് പാലിക്കാനുള്ള കൺട്രോൾ ഈ വണ്ടിയാണ്. അഡാസ് 2 വന്നിട്ട് ഇത് ലൈൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള സംഭവം. ഞാൻ വണ്ടി ഓടിച്ച് നോക്കി. ലൈനിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ സ്റ്റിയറിംഗ് താനേ തിരിയും. അത് വളരെ സാധാരണ വൈബ്രേഷനാണ് തരുന്നത്, വൈബ്രേഷൻ തരും സ്റ്റിയറിങ്ങിൽ. പക്ഷേ ഇത് വണ്ടി താനേ സ്റ്റിയറിംഗ് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടിട്ട് തിരിച്ച് ആ ലൈൻ കറക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ലൈൻ ട്രാഫിക്കിന് വളരെ ഇതാണ്. രാത്രി ഉറങ്ങിപ്പോകാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ ഇത് നമ്മളെ ഉണർത്തും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് അലർട്ട് തരും. അങ്ങനെ നമ്മളെ കണ്ണെങ്ങാനും ഒന്ന് അടഞ്ഞു പോയാൽ ഉടനെ അലർട്ട് തരും. ഇപ്പോൾ നമ്മൾ KSRTC ബസ്സിലൊക്കെ ക്യാമറ വയ്ക്കുന്നുണ്ട്, നമ്മൾ അഡീഷണലായിട്ട് വെക്കുകയാണ്. പക്ഷേ ഇതിൽ അതൊന്നും അല്ല. ഇതെല്ലാം ഒരുമിച്ച് നൽകുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല കാണാൻ അതിമനോഹരമാണ്. വണ്ടിയുടെ ഡിസൈൻ അതിമനോഹരമാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ വലിയ വണ്ടിയായിട്ട് തോന്നും. പക്ഷേ ഫ്രണ്ടെല്ലാം മാക്സിമം ഒതുക്കിയിട്ട് ഏറ്റവും ചെറിയ വഴി കൂടെയും പോകത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. അത് പറയാതെ തന്നെ അറിയാം, നിങ്ങൾ കാണുന്നതാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്ക് ടാറ്റയുമായി നല്ല അനുഭവമാണ്. കാരണം ടാറ്റ എസ്റ്റേറ്റ് ആദ്യം വാങ്ങിച്ചത് എൻ്റെ അച്ഛനാണ്. ചുവപ്പ് കളർ വണ്ടിയായിരുന്നു. ആദ്യത്തെ ടാറ്റ എസ്റ്റേറ്റ് കേരളത്തിൽ അച്ഛനായിരുന്നു കിട്ടിയത്. അത് ഞാൻ സിയറ വാങ്ങിച്ചു. ഒരു ഗ്രേ കളർ സിയറ ആയിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. ഇത് KL1D1 എന്നായിരുന്നു ആ വണ്ടിയുടെ നമ്പർ. അപ്പോൾ 1D1 ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു. ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്ന വണ്ടികൾ മികച്ചതാവുമ്പോൾ ഇന്ത്യക്കാരന് അഭിമാനമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുക. ഇത്രയും ടെക്നോളജി ടാറ്റ ഇന്ത്യയിലേക്ക് നമുക്ക് തരുന്നു. അതും ഒരു കുറഞ്ഞ വിലയ്ക്കാണ്. വില വളരെ കുറവാണ്.